പുറപ്പാട് പുസ്തകം ആദ്യ വീഡിയോയിൽ നാം 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ് നോക്കിയത്. അത് എങ്ങനെയാണ് അടിമകളായിരുന്ന ഇസ്രായേലരെ ദൈവം ഫറവോനെ നേരിടുന്നതിലൂടെയും പരാജയപ്പെടുത്തുന്നതിലൂടെയും പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ അവരെ രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ചുമുള്ള അടിസ്ഥാന കഥയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം പിന്നീട് തന്റെ ജനത്തെ സമുദ്രജലത്തിലൂടെ കൊണ്ടുവരികയും അതിനുശേഷം മരുഭൂപ്രദേശത്തിലൂടെയും കൊണ്ടുവന്ന് അവരെ മോചിപ്പിച്ചു. എന്നിട്ടും അവർ അവിടെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തു. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ 2-ാം പകുതി മോശ ഇസ്രായേലിനെ സീനായി പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് നയിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. അവിടെ ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇവിടെ നാം ബൈബിളിന്റെ കഥയിലെ മറ്റൊരു പ്രധാന നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്നു. കാരണം ഇവിടെ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഓർത്തുനോക്കുക. ദൈവം അബ്രഹാമിന്റെ കുടുംബത്തിലൂടെ എങ്ങനെയോ തന്റെ അനുഗ്രഹത്തെ എല്ലാ ജാതികളിന്മേലും പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇവിടെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായി കാണുവാൻ കഴിയും. ഇസ്രായേൽ ഉടമ്പടിയുടെ ചട്ടങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അവർ ദൈവത്തിന്റെ നിയമങ്ങളാലും ഉപദേശങ്ങളാലും നീതിയാലും രൂപീകരിക്കപ്പെടുകയും അവർ ഒരു പുരോഹിതന്മാരുടെ രാജ്യമായി തീരുമെന്നും ദൈവം പറയുന്നു. അതിനർത്ഥം അവർ ദൈവത്തിന്റെ പ്രതിനിധികളായി തീരുകയും മറ്റുള്ള എല്ലാ ജാതികളെയും ദൈവം യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് കാണിക്കുകയും ചെയ്യും. ഇസ്രായേലിലെ ജനങ്ങൾ ഈ വാഗ്ദാനം ആകാംക്ഷയോടെ സ്വീകരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ സാന്നിധ്യം സീനായി പർവ്വതത്തിനു മുകളിൽ മേഘത്തിന്റെയും മിന്നലിന്റെയും ഇടിമുഴക്കത്തിന്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മോശ അവരുടെ പ്രതിനിധിയായി മുകളിലേക്ക് പോകുന്നു. ദൈവം ഉടമ്പടിയുടെ അടിസ്ഥാന നിബന്ധനകളായ 10 കൽപ്പനകളോടെ ആരംഭിക്കുന്നു. ഇവയെല്ലാം വ്യവസ്ഥയുടെ അടിസ്ഥാന നിബന്ധനകൾ പോലെയാണ്. എങ്ങനെയാണ് ഇസ്രായേലിനും ദൈവവും പരസ്പരം ബന്ധപ്പെടണം? അതിനുശേഷം വരുന്നത് കൽപ്പനകളുടെ മറ്റൊരു ഗണമാണ്. അവ ആദ്യ 10 കൽപ്പനകളെ സവിസ്തരം വിവരിക്കുന്നു. ഇസ്രായേലിന്റെ ആരാധന, സാമൂഹ്യനീതി, അവർ എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം എന്നിവയെ സംബന്ധിച്ച നിയമങ്ങളുണ്ട്. ഇവയെല്ലാം ഇസ്രായേലിനെ നീതിയുടെയും മഹാമനസ്കതയുടെയും രാഷ്ട്രമായി രൂപപ്പെടുത്തി അവരെ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അങ്ങനെ മോശ ഈ നിയമങ്ങളെല്ലാം എഴുതിയെടുക്കുകയും താഴ്വാരത്തിൽ വളരെ ആകാംക്ഷയോടെ ദൈവവുമായുള്ള ഈ ഉടമ്പടി അംഗീകരിച്ച് അതിൽ പ്രവേശിക്കുവാൻ നിൽക്കുകയായിരുന്ന ജനത്തിനടുത്ത് കൊണ്ടുവരുന്നു. അവർ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഈ ബന്ധത്തെ മുന്നോട്ട് മറ്റൊരു പടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ മോശയോട് തന്റെ വിശുദ്ധവും ദൈവികവുമായ ഉത്തമ സാന്നിധ്യം ഇസ്രായേലിന്റെ മധ്യത്തിൽ വന്നു വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. അത് ദൈവ ഉടമ്പടി വാഗ്ദത്തങ്ങളുടെ മറ്റൊരു വശത്തെ രൂപപ്പെടുത്തുന്നു. ഓർക്കുക, മനുഷ്യവർഗത്തിന്റെ ഏദനിലുള്ള മത്സരത്തിനു ശേഷം ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു നഷ്ടപ്പെട്ടുപോയത്. എന്നാൽ ഇപ്പോൾ ഇത് അബ്രഹാമിന്റെ കുടുംബത്തിലൂടെയാണ് ഒരിക്കൽ കൂടി ദൈവസാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനം പുതിയ ഉടമ്പടി ബന്ധത്തിലൂടെ സാധ്യമാകുന്നത്. ആദ്യം ഇസ്രായേല്യർക്ക്, പിന്നീട് എങ്ങനെയോ എല്ലാ ജാതികൾക്കും സാധ്യമാകും. തുടർന്നുള്ള 7 അധ്യായങ്ങൾ ഒരു നിർമ്മാണ പദ്ധതിയുടെ രൂപരേഖയെ സംബന്ധിച്ചുള്ളതാണ്. അത് വിശുദ്ധ കൂടാരം എന്ന് വിളിക്കുന്ന സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ളതാണ്. പുറത്തെ പ്രാകാരത്ത് ഒരു യാഗപീഠമുണ്ട്. ശേഷം അതിനു നടുവിലായി അകത്തെ മുറിയും പുറത്തെ മുറിയുമുള്ള ഒരു കൂടാരമുണ്ട്. അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കുന്ന അകത്തെ മുറിയിൽ സ്വർണം കൊണ്ടുള്ള ഒരു പെട്ടിയുണ്ട്. അതിനെ സാക്ഷ്യപെട്ടകം എന്ന് വിളിക്കുന്നു. അതിനു മുകളിലായി കെരൂബുകളുമുണ്ട്. ഇവിടെയാണ് ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം. ഇപ്പോൾ ഈ അധ്യായങ്ങളിൽ ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഓരോന്നിനും ഏതെങ്കിലും തരത്തിലുള്ള പ്രതീകാത്മക മൂല്യമുണ്ടെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. ആ പൂക്കളും കെരൂബുകളും സ്വർണവും രത്നങ്ങളും ഇവയെല്ലാം ആ പഴയ ഏദൻ തോട്ടമെന്ന മനുഷ്യനും ദൈവവും ഐക്യമത്യത്തിൽ വസിച്ച ഇടത്തിന്റെ മറ്റൊലിയാണ്. സമാഗമന കൂടാരം എന്നത് ഒരു സഞ്ചരിക്കുന്ന ഏദൻ തോട്ടമാണെന്ന് പറയാം. കുറഞ്ഞത് തത്വത്തിലെങ്കിലും ഇത് ദൈവത്തിനും ഇസ്രായേലിനും സമാധാനത്തിൽ ഒരുമിച്ച് വസിക്കുവാൻ കഴിയുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ വളരെ തെറ്റായതെന്തോ സംഭവിക്കുന്നു. അതെ, ഇസ്രായേൽ ഉടമ്പടി ലംഘിക്കുന്നു. മോശ പർവ്വതത്തിനു മുകളിൽ സമാഗമന കൂടാരത്തിന്റെ രൂപരേഖ സ്വീകരിക്കുമ്പോൾ താഴെ താവളത്തിലുള്ള ഇസ്രായേല്യർക്ക് ക്ഷമ നശിക്കുന്നു. അതിനാൽ അവർ മോശയുടെ സഹോദരനായ അഹരോനോട് ഒരു സ്വർണ്ണ കാളക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർക്ക് അതിനെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ദൈവമായി കരുതി ആരാധിക്കാൻ കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം പർവ്വതത്തിന്റെ തൊട്ടുമുകളിലുണ്ട്. അവർക്ക് അത് കാണുവാനും കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ താഴെ അവർ അംഗീകരിച്ച ഉടമ്പടിയിലെ ആദ്യ 2 കൽപ്പനകളെ ലംഘിക്കുന്നു. മറ്റ് ദൈവങ്ങളോ വിഗ്രഹങ്ങളോ പാടില്ല എന്ന്. ഇതിന് തുടർന്നുള്ള ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് അറിയാമായിരുന്നു താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അതിനാൽ അവൻ ആദ്യമായി മോശയോടാണ് തന്റെ കോപവും വേദനയും പ്രകടമാക്കുന്നത്. അങ്ങനെ അവൻ മോശയോട് താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് പറയുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുക, അതാണ്. എന്നാൽ മോശ ദൈവത്തിന്റെ സ്വഭാവത്തെ അപേക്ഷിച്ചുകൊണ്ട് മധ്യസ്ഥത വഹിക്കുന്നു. അവൻ പറയുന്നു, ഒന്നാമതായി ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നത് അബ്രഹാമുമായുള്ള നിങ്ങളുടെ ഉടമ്പടിയെ പാലിക്കുവാൻ പരാജയപ്പെടുകയാണ്. പിന്നീട് മോശ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ദൈവത്തിന്റെ ബഹുമാനത്തെ അപേക്ഷിക്കുന്നു. നിന്റെ സ്വന്തം ജനത്തെ നീ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ കാണുന്നവർ എന്തു വിചാരിക്കും?
അങ്ങനെ ദൈവം മോശയുടെ മധ്യസ്ഥത സ്വീകരിക്കുകയും അവന്റെ മനസ്സലിയുകയും ചെയ്യുന്നു. അവൻ തന്റെ ന്യായവിധിയെ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിച്ചവരുടെ മേൽ വരുത്തിയെങ്കിലും അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവനായും ക്ഷമിച്ച് തന്റെ ഉടമ്പടിയെ പുതുക്കാമെന്നും വാഗ്ദത്തം ചെയ്യുന്നു. അങ്ങനെ കഥയിലെ ഈ സന്ദർഭത്തിലാണ് ദൈവം ആദ്യമായി തന്റെ സ്വന്തം സ്വഭാവത്തെ മോശയോട് വർണ്ണിക്കുന്നത്. അവൻ പറയുന്നു, ദൈവം കാരുണ്യവാനും കൃപാലുവുമാണ്, കോപിക്കുവാൻ താമസമുള്ളവനും ഉടമ്പടിയിൽ അതിവിശ്വസ്തനുമാണ്. അവൻ പാപം ക്ഷമിക്കുന്നു, എന്നാൽ ദുഷ്ടനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അതിനാൽ നമുക്ക് ഈ പിരിമുറുക്കം ഇവിടെ കാണുവാൻ സാധിക്കും. ദൈവം കരുണ നിറഞ്ഞവനാണ്, എന്നാൽ അവൻ നല്ലവനാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവൻ തിന്മയെയും നേരിടേണം. എല്ലാറ്റിനും ഉപരിയായി ദൈവം തന്നെ തന്നെ സമർപ്പിക്കുന്നത് തികച്ചും അവിശ്വസ്തരായ ഒരു ജനതയോടാണെന്ന് അവൻ അറിയാമെങ്കിലും അവൻ തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അങ്ങനെ ഇസ്രായേലിനോടുള്ള ഉടമ്പടി പുതുക്കിയതിനു ശേഷം ദൈവം മോശയെ സമാഗമന കൂടാരം നിർമ്മിക്കുവാനുള്ള ചുമതല ഏൽപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും നമുക്ക് സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന 5 വലിയ അധ്യായങ്ങൾ ലഭിക്കുന്നു. ഇതെല്ലാം അവസാന അധ്യായത്തിൽ ഒരുമിച്ച് വരുന്നു. അവിടെയാണ് സമാഗമന കൂടാരം പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ മഹത്തായ സാന്നിധ്യം കൂടാരത്തിന്റെ മുകളിൽ നിറയുന്നു. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുവാനായി പോകുന്നു, എന്നാൽ അവന് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അവന് അകത്ത് പ്രവേശിക്കുവാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായി തോന്നിയേക്കാം, എന്നാൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നാം മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ വിധത്തിൽ ഇസ്രായേലിന്റെ പാപം ദൈവവുമായുള്ള ബന്ധത്തെ എത്രമാത്രം തകർത്തുവെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഓർക്കുക, ഈ പുസ്തകം ആരംഭിച്ചത് ഫറവോന്റെ തിന്മ ഇസ്രായേലിനെയും ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനത്തെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ പുസ്തകം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ തന്നെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നിരിക്കുന്നു. അവരുടെ പാപമാണ് ഉടമ്പടിയുടെ ഭാവിക്ക് ഭീഷണിയായിരിക്കുന്നത്. അങ്ങനെ പുസ്തകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ദൈവം തന്റെ വിശുദ്ധിയും അവന്റെ നന്മയും അവന്റെ സാന്നിധ്യവും അവന്റെ സ്വന്തം ഉടമ്പടി ജനത്തിന്റെ പാപകരമായ അഴിമതിയും തമ്മിലുള്ള ഈ സംഘർഷത്തെ പൊരുത്തപ്പെടുത്തുന്നത്? ആ പ്രശ്നത്തിലുള്ള പരിഹാരമാണ് അടുത്ത പുസ്തകത്തിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തേക്ക് ഇതാണ് പുറപ്പാട് പുസ്തകം.